സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കാനുള്ള ഷാലോം ടിവിയുടെ ഒരു പഠന ശിബിര പ്രോഗ്രാമാണ് സി കാറ്റ്. സി കാറ്റിലൂടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയവുമായി സി കാറ്റിലെത്തിയിരിക്കുകയാണ്. സി കാറ്റിൽ ഈ വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ സംശയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ഷാലോം പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനായ CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും വികാരി ജനറാളുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഈ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഒറ്റത്തൈ സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അവരുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ഷിബു കീച്ചങ്കിരി അച്ഛനോടൊപ്പം വളരെ താല്പര്യപൂർവ്വം വളരെ നന്നായിട്ട് ഈ വിഷയത്തിൽ അവരുടെ സംശയങ്ങളും മറ്റും ചോദിക്കാൻ തക്കവണ്ണം ചർച്ചയിൽ പങ്കെടുക്കാൻ തക്കവണ്ണം തയ്യാറായി എത്തിച്ചേർന്നിരിക്കുന്ന മതാധ്യാപകരായ നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഈ സി കാറ്റിലേക്ക് വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സി കാറ്റിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 946 ഖണ്ഡിക മുതലുള്ള പുണ്യവാന്മാരുടെ ഐക്യം എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിലും വരാനിരിക്കുന്ന കാലത്തിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട അടിസ്ഥാനപരമായ ചില സംഗതികൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ചർച്ചയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി വളരെ സ്നേഹപൂർവ്വം പാംബ്ലാനി അച്ഛനെ ക്ഷണിക്കുന്നു. അച്ഛാ, എൻ്റെ സംശയം നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന അധികാരത്തെക്കുറിച്ച്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെല്ലാവരും ദൈവത്തെ പോലെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളും ദൈവത്തെ പോലെ തന്നെ ആയിരിക്കും. ദൈവത്തെ പോലെ തന്നെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയും അധികാരവും എല്ലാം നമുക്കും അതുപോലെ തന്നെ ആയിരിക്കുകയല്ലേ? ലീലാമ്മ ടീച്ചർ അധികാരത്തെക്കുറിച്ചാണ് ചോദിക്കുക അല്ലേ? സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആർക്കട്ടോ 2 കൊടുക്കണമെന്ന് ടീച്ചർ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുക. സ്വർഗത്തിലെ അധികാരം എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ്. എല്ലാം തനിക്ക് ഭരമേൽപ്പിച്ചവന് പുത്രൻ തന്നെ അവസാനം അധീനനാകുന്നു എന്നാണ് പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയ ലേഖനത്തിൽ ക്രിസ്തു ഗീതം ആലപിച്ചുകൊണ്ട് പറയുക. എല്ലാം ഈശോയെ പിതാവായ ദൈവം ഭരമേൽപ്പിച്ചു, എന്നാൽ പുത്രനോ കാലത്തിൻ്റെ പൂർണ്ണതയിൽ എല്ലാം പിതാവിന് ഭരമേൽപ്പിച്ചു എന്ന് പറയും. അതായത് സ്വർഗത്തിൽ ഒരു അധികാരിയേ ഉള്ളൂ, പരിശുദ്ധ ത്രിത്വം. ബാക്കി എല്ലാവരും ആ അധികാരത്തിന് കീഴിൽ ദൈവത്തെ ആരാധിച്ച് കഴിയുന്നവരാണ്. ഇനി സ്വർഗത്തിലെത്തുമ്പോൾ നാം ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞാൽ നാം എല്ലാം ദൈവങ്ങളാകും എന്നാരും തെറ്റിദ്ധരിക്കരുത്. സ്വർഗത്തിലെത്തുമ്പോഴും നാം മനുഷ്യർ തന്നെ ആയിരിക്കും. ഒരുപക്ഷെ ഭാരതീയ ചിന്തയിൽ വ്യത്യസ്തമായൊരു ചിന്തയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവ മനുഷ്യ ഐക്യത്തിലാകുന്നു. അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാൻ ദൈവമാകുന്നു. യോഗ എന്ന് പറയുന്ന തത്വചിന്തയിലും പലപ്പോഴും യോഗ എന്ന പദം തന്നെ എന്താണ്? ദൈവവും മനുഷ്യനും ഒന്നാകുന്നു, യോഗത്തിലാകുന്ന അവസ്ഥ. പക്ഷെ ക്രിസ്തീയതയിൽ ദൈവം എപ്പോഴും ദൈവം തന്നെയാണ്, മനുഷ്യൻ എപ്പോഴും മനുഷ്യൻ തന്നെയാണ്. സ്വർഗത്തിലായിരിക്കുമ്പോഴും ഈ ദൈവ മനുഷ്യ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതും ആവർത്തിച്ച് പഠിപ്പിക്കേണ്ടതുമായ ഒരു വിശ്വാസ സത്യമാണ്. ആ വ്യത്യാസം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം, ഈ ഭൗമിക പരിമിതിയിൽ മനുഷ്യ വ്യക്തിക്കുണ്ടായിരുന്ന എല്ലാ കുറവുകളും പരിഹരിക്കപ്പെട്ട മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് മനുഷ്യ വ്യക്തി എന്നുള്ളത്. അതുകൊണ്ട് അവിടെ അധികാരം എന്നുള്ള പദം തന്നെ അപ്രസക്തമാണ്. എല്ലാവരും
സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ആയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ അധികാരം എന്ന വാക്ക് അപ്രസക്തമായൊരു വാക്കാണ്, അല്ലേ? എല്ലാവരും സ്നേഹിക്കും. നമുക്കറിയാം, വീട്ടിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹത്തിൽ കഴിയുമ്പോൾ അവിടെ അധികാരത്തിൻ്റെ പ്രശ്നമില്ല. അധികാരം പ്രയോഗിക്കുന്ന എപ്പോഴാണ്? സ്നേഹത്തിൽ കുറവ് സംഭവിക്കുമ്പോഴാണ്, അല്ലേ? ഇവിടെ വാടാ, മര്യാദയ്ക്ക് ഇക്കടാ എന്നൊക്കെ നമ്മൾ പറയുന്നത് കൊച്ചു കുരുത്തക്കേട് കാണിക്കുമ്പോൾ, അല്ലേ? അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് അധികാരപ്രയോഗം നടത്തുന്ന എപ്പോഴാണ്? അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ. സ്വർഗം സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ കേദാരമാകയാൽ അവിടെ അധികാരത്തിനല്ല, സ്നേഹത്തിനാണ്. സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അവസ്ഥയാണ് സ്വർഗം എന്ന് നാം തിരിച്ചറിയും. താങ്ക് യു അച്ഛാ. ഇനി ആരാണ്? ഞാനാണ് ചോദിക്കുന്നത്. ആ. എൻ്റെ പേര് ഷീജ. ഷീജ ടീച്ചറാണ്. ഷീജ ടീച്ചർ ചോദിച്ചാലും. എനിക്ക് ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ കൃപാവരത്തിൽ പൂർണ്ണമായി മരിക്കുന്നവർ അവർ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കപ്പെട്ടവരും നിത്യരക്ഷ ഉറപ്പ് നേടിയവരുമാണെന്ന് പറയുന്നു. അവർ വീണ്ടും സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ശുദ്ധീകരണത്തിന് വിധേയരാക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. നിത്യരക്ഷ ഉറപ്പ് നേടിയവരെ വീണ്ടും എന്തിനാണ് ശുദ്ധീകരണത്തിന് വിധേയരാകുന്നത്? മതബോധന ഗ്രന്ഥം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നാവുന്നൊരു സംശയമാണ് ടീച്ചർ ചോദിച്ചത്. നിത്യരക്ഷ ഉറപ്പാക്കിയവരാണ് അവർ, എന്നാൽ അവരെ ദൈവം ശുദ്ധീകരണ സ്ഥലത്തേക്ക് അയച്ച് ശുദ്ധീകരണം നടത്തുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അതല്ലേ സംശയം? ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ ശുദ്ധീകരാത്മാക്കളും സ്വർഗത്തിൽ പോകാനുള്ളവരാണ്. അതാണ് മതബോധന ഗ്രന്ഥം പഠിപ്പിച്ചതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. എല്ലാ ശുദ്ധീകരാത്മാക്കളും എവിടെ എത്തും? അവസാനം സ്വർഗത്തിലെത്തും. പക്ഷേ ആ സ്വർഗപ്രവേശനത്തിന് തക്ക പൂർണ്ണ യോഗ്യത അവർക്കിപ്പോൾ ഇല്ല. അവരെന്ത് ചെയ്യണം? അത് നേടിയെടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ, അമ്മ കൊച്ചിനെ കുളിപ്പിച്ച് മിടുക്കനാക്കി ഇരുത്തിയതാണ്. ആ കൊച്ച് ചെന്ന് കട്ടിലേ കയറി കിടത്താൻ വേണ്ടി കൊണ്ടുചെല്ലുമ്പോഴാണ്, കുഞ്ഞിനെ കിടത്താൻ വേണ്ടി കൊണ്ടുചെല്ലുമ്പോഴാണ് അമ്മ കൊച്ചിൻ്റെ കാലെ ചാണകം പറ്റിയിട്ടുണ്ടെന്ന് കാണും. കൊച്ച് അതിൻ്റെ ഇടയ്ക്ക് ഏതോ ചാണകത്തിൽ പോയി ചവിട്ടി. അമ്മ എന്നാ ചെയ്യും? കൊച്ചിനെ തോട്ടിലേക്ക് എറിയുമോ? ഇല്ല. കൊച്ചിനെ കൊണ്ടുപോയി സ്നേഹപൂർവ്വം കഴുകി തൂത്ത് തുടച്ച് മിനുക്കി മിടുക്കനാക്കി വീണ്ടും കൊണ്ട് കട്ടിലേക്ക് കിടത്തും. ആ ദൈവസ്നേഹത്തിൻ്റെ പ്രക്രിയയാണ് ശുദ്ധീകരണം. അതായത് ദൈവവുമായിട്ടുള്ള ഐക്യം ആത്മാവിന് നഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ ആ ദൈവൈക്യം അനുഭവിക്കുന്നതിന് ആ വ്യക്തിയിലെ ചില കുറവുകൾ തടസ്സങ്ങളായി നിൽക്കുന്നു. അതായത് പാപത്തിൻ്റെ നിത്യശിക്ഷ പരിഹരിച്ച വ്യക്തികളാണവർ. അതിൻ്റെ കാലിക ശിക്ഷ ശേഷിക്കുന്നു. മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ, അതായത് 10,000 രൂപ മോഷ്ടിച്ചെടുത്ത വ്യക്തി അത് പോയി കുമ്പസാരിച്ചു, പാപമോചനം നേടി. അപ്പോൾ അയാളുടെ നിത്യശിക്ഷ ഒഴിവായി. പക്ഷെ അയാൾ ആ 10,000 രൂപ കൊണ്ട് പോയി പുട്ടടിച്ചു എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ അയാളത് തിരിച്ചു കൊടുത്തില്ല. അപ്പോഴെന്ത് ശേഷിക്കുന്നു? അതിൻ്റെ കാലിക ശിക്ഷ ശേഷിക്കുന്നു. ആ 10,000 രൂപയുടെ പുട്ട് തിന്നതിനുള്ള ശിക്ഷ അവൻ എവിടെ അനുഭവിക്കുന്നു? ശുദ്ധീകരണ സ്ഥലത്തിൽ അനുഭവിക്കുന്നു. ഓക്കെ, ഇനി ആരാണ് ചോദിക്കുക? ലിജോ. ലിജോ നമ്മുടെ അവിടുത്തെ യുവജന പ്രതിനിധിയാണ്. ലിജോ ചോദിച്ചോളൂ. അച്ഛാ, എൻ്റെ സംശയം എന്നത് സ്വർഗവും നരകവും എവിടെയാണ് എന്നാണ്. അത് ഒറ്റത്തൈയുടെ തൊട്ടടുത്ത എവിടെയോ ആണ്. ആലക്കോടിന് ഒറ്റത്തേക്ക് അല്ലേ? നിങ്ങളുടെ ഇടവക ഒറ്റത്തൈയാന്നല്ലേ പറഞ്ഞത്? അവിടെ തന്നെയാണ് ഈ സ്വർഗവും നരകവും ഒക്കെ ഉള്ളതെന്നാണ് ഈശോ അങ്ങനെയാണ് പറഞ്ഞത്. സ്വർഗരാജ് ഇതാ അവിടെയാണ് ഇവിടെയാണെന്നും പറഞ്ഞ് ആരും നിങ്ങളെ കബളിപ്പിക്കരുത്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ എന്ന് ഈശോ പറയുന്നുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞാലും അതൊക്കെ അവിടെ തന്നെ ഒറ്റത്തായി തന്നെ ഉണ്ട് എന്ന് വ്യക്തം. സ്വർഗവും നരകവും എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതേതോ ഒരു സ്ഥലം ആണ് എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് അത് എവിടെയാണെന്ന് പറയാൻ പറ്റും, അല്ലേ? അതായത് ഒറ്റത്തൈ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, അത് കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിൽ പോയി ആലക്കോട് ചെന്ന് വീണ്ടും ഒറ്റത്തൈക്ക് ഒരു 5-8 കിലോമീറ്റർ കൂടെ പോകണം.
എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒറ്റത്തൈ എവിടെയാണ് എന്ന് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യും. അതൊരു സ്ഥലമായതുകൊണ്ടാണ്, അല്ലേ? സ്നേഹം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയുന്നത്? എവിടെ ഇരിക്കുന്നത്? എല്ലായിടത്തും പിടിക്കും. സത്യം എവിടെയാണ് ഇരിക്കുന്നത്? അതൊരു സ്ഥലം പറയാൻ പറ്റിയ, അല്ലേ? അതൊരു അനുഭവമാണ്. അതൊരു എന്ന സ്നേഹം ഇല്ലേ? സത്യം ഉണ്ട്, അല്ലേ? പക്ഷേ ഇത് ഒരു ദൈവീക യാഥാർത്ഥ്യമാകയാൽ ഇത് ഒരു സ്ഥലം എന്നുള്ളതിനേക്കാളുപരി അതൊരു അവസ്ഥ, ദൈവത്തോട് ബന്ധപ്പെടുത്തിയേ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവം എവിടെയാണോ അവിടെയാണ് സ്വർഗം. ദൈവസാന്നിധ്യം അറിയാൻ അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ ഏതോ അതാണ് നരകം. സ്വർഗവും നരകവും എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കതിനെ കൃത്യമായി ഇന്ന സ്ഥലത്തെന്ന് പറയാൻ പറ്റുന്നില്ല. മറിച്ച് അത് ദൈവത്തോട് ബന്ധപ്പെട്ട അവസ്ഥ സ്വർഗം, ദൈവത്തോട് ബന്ധപ്പെടാത്ത അവസ്ഥ നരകം എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും ശരി. താങ്ക് യു അച്ഛ. ഇനി ആരാണ് ചോദിക്കുന്നത്? ആശ അവിടുത്തെ യുവജന പ്രതിനിധിയാണ്. ആശ ചോദിക്കൂ. അച്ഛാ, എനിക്കൊരു സംശയം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചാണ്. ശുദ്ധീകരണ സ്ഥലത്തെ ശിക്ഷാവിധി എപ്രകാരമായിരിക്കും? അതോടൊപ്പം അവിടെ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നത് നമ്മുടെ പാപത്തിൻ്റെ തോതനുസരിച്ചായിരിക്കുമോ? ശുദ്ധീകരണ സ്ഥലത്തിലെ ശിക്ഷ ഏത് തരമായിരിക്കുമെന്നല്ലേ? അത് എങ്ങനെയായിരിക്കും? അതായത് കുശുമ്പ് കുത്തിയിട്ടുള്ള ചേട്ടത്തിമാർക്കൊക്കെ അവിടെ കുശുമ്പ് കുത്താൻ ആളെ കൊണ്ടുവരുമായിരിക്കും, അല്ലേ? ഏഷണി പറഞ്ഞവരെ കുറിച്ച് ഏഷണി പറയാൻ അവിടെ ആളെ കൊണ്ടുവരുമോ? പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓരോരുത്തരുടെയും പാപത്തിന് ആനുപാതികമായിട്ടുള്ള ശിക്ഷകൾ, അത് നമുക്ക് ഏത് ജീവിയാണോ ഏറ്റവും പേടി ആ ജീവിയുടെ കൂട്ടിൽ നമ്മളെ കൊണ്ടുവിടുമെന്നാണ് പറഞ്ഞു. ഇപ്പോൾ പാമ്പിനെ പേടിയായിരുന്നു. ടീച്ചറിൻ്റെ പേരെന്നായിരുന്നു? ആശ. ആശ. ആശയ്ക്ക് ഏറ്റവും പേടി എന്തിനാണ്? പാമ്പിനെ പേടിയുണ്ടോ? പഴയകാല സങ്കല്പം അനുസരിച്ച് ആശയുടെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 50,000 പാമ്പ് കിടക്കുന്ന കുഴിയിൽ ആശയെ എടുത്തിടും. ഒയ്യോ, പിന്നെ ശിക്ഷ വേറെ വേണ്ട, അല്ലേ? അതിൻ്റെ കൂടെ കിടക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. അല്ലെങ്കിൽ തേളിനെ കൊണ്ട് കൊത്തിക്കുക, തീക്കകത്തിട്ട് പൊള്ളിക്കുക, വക്കിയെടുക്കുക, ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരെ ശുദ്ധീകരണ സ്ഥലത്തെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും സഭ പഠിപ്പിക്കുന്നില്ല. ശുദ്ധീകരണ സ്ഥലം വിശുദ്ധീകരിക്കുന്ന വഴിയാണ്. മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന സഹനം അവിടെ ഉണ്ട്. മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സഹനമേ ഉള്ളൂ. അതേതാണ്? കുരിശിലെ ഈശോമിശിഹായുടെ പീഡാനുഭവം. അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെ കൂടുതൽ ക്രിസ്തീയമായി മനസ്സിലാക്കാൻ, ക്രിസ്തു കേന്ദ്രീകൃതമായി മനസ്സിലാക്കാനുള്ള വഴി ഈ ശുദ്ധീകരാത്മാക്കൾക്ക് കുരിശിലെ ഈശോയുടെ സഹനത്തോട് താതാത്മ്യപ്പെടുന്ന സഹനം, അഥവാ ക്രൂശിതനായ ഈശോയുടെ സഹനത്തിൽ അവർക്ക് പങ്കാളിത്തം ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക. കുരിശേ കിടന്ന് ഈശോയ്ക്ക് വേദന ഉണ്ടായിരുന്നോ? ടീച്ചറെ? ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതായിരുന്നു വേദന എന്ന് പറയുന്നത്, അല്ലേ? ഈ 2 എല്ലിൻ്റെ ഇടയ്ക്കിടെ ആണി അടിച്ചു കയറ്റി ഇങ്ങനെ തൂക്കിയിട്ട്, എന്തൊരു വേദന! ആ വേദനയിൽ ഉള്ള പങ്കാളിത്തമാണ് ശുദ്ധീകരാത്മാക്കൾക്ക് കിട്ടുക. അതുകൊണ്ട് ശുദ്ധീകരാത്മാക്കൾ ശരിക്കും സഹിക്കുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. അതെത്ര കാലം അവിടെ കഴിയുന്നു എന്നൊക്കെയുള്ളത് ആ വ്യക്തി ശുദ്ധീകൃതമാകേണ്ട പാപാവസ്ഥയുടെ ഗൗരവമനുസരിച്ച് നീളമുള്ളതാകാം, കുറവുള്ളതാകാം എന്ന് തന്നെയാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അച്ഛാ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ദൈവം നവീകരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ രൂപരേഖ ഈ ഭൂമിയിൽ തന്നെ ആണോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതായത് ടീച്ചറിൻ്റെ ചോദ്യം ഇതാണ്. ദൈവം ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നൊരു ഭാഗം മതബോധന ഗ്രന്ഥത്തിലുണ്ട്, അല്ലേ? അതിൽ നിന്നാണ് ഈ ചോദ്യം. അതായത് ദൈവം നവീകരിക്കുന്ന പ്രപഞ്ചക്രമം ഇപ്പോഴുള്ള പ്രപഞ്ചം പോലെ ആയിരിക്കുമോ
അതോ പുതിയൊരു പ്രപഞ്ചം ദൈവം നിർമ്മിക്കുമോ എന്ന് ചോദിച്ചാൽ, പുതിയ ആകാശം പുതിയ ഭൂമി, ആകാശം ഭൂമി എന്ന ആ പദപ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നത്? സൃഷ്ടിയുടെ ആരംഭത്തെയാണ് സൂചിപ്പിക്കുക, അല്ലേ? ദൈവം ആദ്യം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ അതൊരു വലിയ വെളിപ്പെടുത്തലാണ്. എന്താണ്? ഈ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം അതിൻ്റെ ആദിമ അവസ്ഥയിലേക്ക് തിരികെ വരുന്നു. അതിനിടയിൽ മനുഷ്യൻ കയറി ഉണ്ടാക്കിയ സർവ്വ പ്രശ്നവും ദൈവം പരിഹരിക്കുകയും ദൈവത്തിൻ്റെ സൃഷ്ടപ്രപഞ്ചം അതിൻ്റെ ആദിമ താളത്തിൽ, ആദിമ പൂർണ്ണതയിൽ ദൈവം വിഭാവനം ചെയ്ത അവസ്ഥയിൽ തിരികെ എത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും നിലവിലുള്ള ആകാശത്തോടും ഭൂമിയോടും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബന്ധമുണ്ട്. ഇതിൻ്റെ അപൂർണതകളെ, പരിമിതികളെ, പാപം മൂലം ഇതിൽ സംഭവിച്ചിട്ടുള്ള വ്യതിയാനങ്ങളെ ദൈവം പരിഹരിക്കുന്നു എന്ന അർത്ഥത്തിൽ വേണം ഈ പ്രപഞ്ചത്തിൻ്റെ രൂപപരിണാമത്തെ, അല്ലെങ്കിൽ പുതിയ ആകാശത്തെ, പുതിയ ഭൂമിയെ നാം മനസ്സിലാക്കുക. ആരാണ് ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത്? വീണ്ടും സണ്ണി സാറ് തന്നെയാണ്. സണ്ണി സാർ ചോദിക്കൂ. അച്ഛാ, ഈ കുമ്പസാരം എന്ന കൂദാശയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ അടുത്ത നാളിൽ ചില മാധ്യമങ്ങളിൽ കാണുവാനിടയായി, ചില രാജ്യങ്ങളിൽ ചില പ്രത്യേക കുറ്റങ്ങളിൽ ഏർപ്പെട്ടവർ, പ്രത്യേകിച്ച് പീഡനങ്ങൾ നടത്തിയവർ വൈദികരുടെ അടുക്കൽ കുമ്പസാരിച്ചാൽ ആ കുമ്പസാര രഹസ്യം സർക്കാർ അധികാരികളെ അറിയിക്കണമെന്ന് ചില രാജ്യങ്ങൾ നിയമം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അത് ആ വൈദികരുടെ പേരിൽ ക്രിമിനൽ കുറ്റമായി തീരാം എന്നും പറയുന്നു. അപ്പോൾ സഭയുടെ പഠനം അനുസരിച്ച്, പഠിപ്പിക്കലനുസരിച്ച് ഒരു കാരണവശാലും കുമ്പസാര രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ലെന്നാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം പല രാജ്യങ്ങളിലും കൊണ്ടുവന്നാൽ ഇതിന് എപ്രകാരമാണ് സഭയ്ക്ക് ഈ നിയമത്തെ നേരിടുവാൻ കഴിയുക? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കുമ്പസാര രഹസ്യത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി സർക്കാരുകൾ നിയമമുണ്ടാക്കിയാൽ വൈദികർ എന്തു ചെയ്യും, അല്ലെ സഭ എന്തു ചെയ്യും? കുമ്പസാര രഹസ്യത്തിൻ്റെ പരിശുദ്ധി, അതിൻ്റെ സമഗ്രത പരിരക്ഷിക്കുവാൻ വേണ്ടി വൈദികർ ജീവത്യാഗം ചെയ്തിട്ടുള്ള അനവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ അപ്രകാരമുള്ള സംഭവങ്ങൾ നടന്നതായിട്ട് നമുക്ക് വളരെ വിഖ്യാതമായ ചില കേസുകളിൽ വൈദികർ കൊലക്കുറ്റത്തിൻ്റെ പ്രതികളാക്കപ്പെട്ടിട്ട് അതുപോലെ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന സാഹചര്യം വന്നിട്ട് പോലും ആ വൈദികർ ആ രഹസ്യം സൂക്ഷിച്ചത് നമുക്ക് കേരളത്തിൽ തന്നെ അറിവുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമത് സർക്കാരുകൾക്ക് അപ്രകാരം ഒരു മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ കടന്നുകയറ്റം നടത്താൻ അവകാശമില്ല എന്നുള്ളതാണ് ശരിയായ സമീപനം. അപ്രകാരം സർക്കാരുകൾ കടന്നാക്രമണത്തിന് മുതിർന്നാൽ അത് നിയമപരമായി നേരിടുക എന്നുള്ളതാണ് സഭ ഒന്നാമതായി ചെയ്യേണ്ടത്. ഇനി ഒരു ഏകാധിപത്യ സർക്കാർ നിയമങ്ങളെയും അവകാശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്രകാരം നിയമനിർമ്മാണം നടത്തിയാൽ വൈദികർ ജീവൻ കൊടുത്തും കുമ്പസാര രഹസ്യത്തിൻ്റെ പരിശുദ്ധി പരിരക്ഷിക്കുക തന്നെ ചെയ്യും. അത് പൗരോഹിത്യത്തിൻ്റെ അത്ഭുതാവഹമായ കൃപയാണ് കുമ്പസാര രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഏത് പാപിയുമാകട്ടെ, കുമ്പസാരക്കൂടിൻ്റെ പരിശുദ്ധിക്കുള്ളിൽ ഏറ്റുപറയപ്പെട്ട ഒരു പാപവും ജീവൻ പോയാലും ഒരു വൈദികനും ഒരു നാളും വെളിപ്പെടുത്തില്ല, വെളിപ്പെടുത്താൻ പാടില്ല എന്ന് മാത്രമല്ല, അപ്രകാരം ചെയ്യാൻ ഒരു വൈദികന് സാധിക്കാത്തത്ര വിധം ഈ ഒരു കൃപ ദൈവം വൈദികർക്ക് നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അച്ഛാ, നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒന്നായതുകൊണ്ടാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കൂടുതൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒട്ടേറെ സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ സംശയങ്ങൾക്കെല്ലാം
നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കും. അച്ഛൻ അതിന് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വിഷയത്തിൻ്റെ തുടർച്ചയുമായി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.